പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സാൻഡ്ര, വീട് കാഞ്ഞൂരാണ്. വീട്ടിലപ്പൻ, അമ്മ, ചേട്ടൻ. ഞാനിപ്പം PG കഴിഞ്ഞു, MSW ആയിരുന്നു സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ. ഇപ്പോൾ ഇവിടെ ശുശ്രൂഷയും അതുപോലെ തന്നെ ജോലിയൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുവാണ്. അപ്പം അങ്കിള് പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ അങ്കിള് പറഞ്ഞു പോയി ഒരു വചനമുണ്ട്, മർക്കോസ് 11:24. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുമെൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എന്തെന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ, അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. അപ്പം ഈ വചനത്തിൽ പറയുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നതും യാചിക്കുന്ന എന്തും ആഗ്രഹിച്ചാൽ ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പം പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഈ വചനം ഇന്ന് അത് നടന്നിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ഒരു ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം ഒന്നും തന്നെ നടന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു വീട്ടിലാണ് ജനിച്ച് വളർന്നത്. നല്ല സന്തോഷത്തോടെയും സുഖത്തോടെയൊക്കെ ആയിരുന്നു. ഒത്തിരി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ളൊരു കുട്ടി തന്നെയായിരുന്നു ഞാൻ. പക്ഷേ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കും, പള്ളിയിലൊക്കെ അച്ഛന്മാരായാലും നമ്മൾ കാറ്റീസിനൊക്കെ പോകുമ്പം എല്ലാവരും പറഞ്ഞു തരുന്നൊരു കാര്യമാണ്, കുഞ്ഞു കുട്ടികൾ പ്രാർത്ഥിച്ചാൽ എന്തും നടക്കുമെന്നൊക്കെ. പക്ഷേ എൻ്റെ ജീവിതത്തിലൊന്നും കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, എന്താണ് എൻ്റെ ജീവിതത്തിലും ഒന്നും നടക്കാത്ത ഞാൻ ആഗ്രഹിക്കുന്നതൊന്നും. പക്ഷെ അതിനുള്ളൊരു ഉത്തരം കിട്ടുന്നത് എനിക്ക് 3 വർഷം മുൻപാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്ത് എന്നൊക്കെ പറയുമ്പോഴത്തേനും അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ്. പഠിക്കാൻ വലിയ കുഴപ്പമില്ല, എന്നാൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഡാൻസോ സ്പോർട്സോ എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ എതിർത്ത് ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഒന്നും പറയാറില്ല, പറയുന്നത് എല്ലാം അനുസരിക്കും. നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടി തന്നെയായിരുന്നു. അപ്പം എല്ലാവരുടെ ഇടയിലും തുള്ളിച്ചാടി നടക്കുന്ന നല്ല ഹാപ്പി ആയിട്ടുള്ള പെൺകുട്ടി. അതുപോലെ തന്നെ എൻ്റെ ബന്ധുക്കളുടെ ഇടയിലായാലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും എല്ലാവർക്കും ഒരു ഇഷ്ടം വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നൊരു സ്വഭാവക്കാരിയായിരുന്നു ഞാൻ. അപ്പം അങ്ങനെ എല്ലാവരും ഹാപ്പിയായി കൊണ്ട് നടക്കുന്നു, ഞാനും ഭയങ്കര സന്തോഷത്തോടെ പോകുന്നു. അപ്പോൾ ജീവിതത്തിൽ ഭയങ്കര ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ എന്തൊക്കെ ആകണം, വലുതാകുമ്പോൾ ലെക്ചറർ ആവണം, ഇന്ന സ്ഥലത്ത്, അങ്ങനെയൊക്കെ ഭയങ്കര ലക്ഷ്യങ്ങളൊക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് വരും, അല്ലേ? നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്നത്. അപ്പം എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ 7ൽ പഠിക്കുന്ന സമയം, 7ൽ പഠിക്കുമ്പം അറിയാം പെൺകുട്ടികളിലുണ്ടാവുന്ന വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ. പക്ഷേ എൻ്റെ അമ്മ എനിക്ക് അതിനെപ്പറ്റിയൊന്നും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ കാലഘട്ടത്ത് അതൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടിയ കുറച്ച് എന്തെങ്കിലും അറിവുകൾ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പൊതുവേ ലോകകാര്യങ്ങൾ വലിയ അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ 7ൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിലൊരു വലിയൊരു സംഭവം നടക്കുകയാണ്. എൻ്റെ ജീവിതം തന്നെ ഒരു ഇരുട്ടിലേക്ക് മാറ്റിമറിക്കുന്ന ഒരു കാര്യം. എൻ്റെ ഒരു കസിൻ ചേട്ടൻ, എൻ്റെ ഒരു ബന്ധു, എൻ്റെ വീടിൻ്റെ അടുത്താണ്. ഒരു പെട്ടെന്നുള്ള സാഹചര്യത്തിൽ എന്നെ ദുരുപയോഗിക്കാനുള്ളൊരിടയായി. ഞാൻ മിസ്യൂസ് ചെയ്യപ്പെടുകയാണ് അവസരത്തിൽ. അപ്പം എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണകളില്ല, ഒന്നും അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു, ചേട്ടനല്ലേ, അപ്പോൾ എനിക്ക് ബന്ധുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ സ്വന്തം രക്തബന്ധമാണ്. അപ്പം എല്ലാവരോടും ഭയങ്കര സ്നേഹം, ഞാൻ എല്ലാവരോടും ഭയങ്കര കൂട്ടാണ്. അപ്പം എനിക്ക് അവരോടൊക്കെ ഭയങ്കര വിശ്വാസമായിരുന്നു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ചേട്ടൻ്റെ സ്നേഹം കൊണ്ടുള്ള തലോടലായിരിക്കും. പിന്നെയാണ് മനസ്സിലായത്, അല്ല, ഇത് വേറെ രീതിയിലേക്കൊക്കെയാണല്ലോ പോകുന്നത്. പക്ഷെ എനിക്ക് ഒന്നും തിരിച്ച് മറുപടി പറയാനോ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനോ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല. എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ തടയാൻ ശ്രമിച്ചു, കൈ തട്ടി മാറ്റാനൊക്കെ ശ്രമിച്ചു, എഴുന്നേറ്റ് പോകാൻ നോക്കി. പക്ഷേ ആ വ്യക്തി എന്നെ അവിടെ തടഞ്ഞ് നിർത്തുമായിരുന്നു. അവിടെ ഇരുന്ന് കരയുക എന്നല്ലാതെ വേറെ ഒന്നും എനിക്കും പറ്റിയില്ല. ഞാൻ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു, മരവിച്ചൊരവസ്ഥയായി. ഈശോ എന്ത് ചെയ്യും ഒന്നും അറിയില്ല. ആ ഒരു സമയത്ത് അന്ന് തൊട്ട് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര അസ്വസ്ഥതയും ബുദ്ധിമുട്ടും നിറഞ്ഞായിരുന്നു. കാരണം എനിക്കിത് ആരോടും പറയാൻ പറ്റുന്നില്ല. പലവട്ടം ആലോചിച്ച് വീട്ടിൽ പറഞ്ഞാലോ ഒന്ന്. പക്ഷെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് വീടിൻ്റെ അടുത്താണ്, ഒരു ബന്ധുവാണ്. അപ്പോൾ ഉറപ്പായിട്ടും അതൊരു വലിയൊരു പ്രശ്നമാകും. അതെൻ്റെ ഭാവിയെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഞാനൊരു പെൺകുട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു പ്രശ്നമായി കഴിഞ്ഞാൽ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു വീട്ടിൽ ആരോടും പറയണ്ട, എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ ഇങ്ങനെ വെച്ചു.
പക്ഷെ മനസ്സിൽ വെച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര അസ്വസ്ഥതകൾ വരാൻ തുടങ്ങി. എനിക്ക് പതിയെ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, എനിക്ക് ആരെയും കാണാൻ താല്പര്യമില്ല. ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്ന ഞാൻ പതിയെ ടീച്ചേഴ്സ് എന്തെങ്കിലുമൊക്കെ പറയുമ്പം എക്സ്ക്യൂസൊക്കെ പറയാൻ തുടങ്ങി. മിസ് എനിക്ക് ഇന്നത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ഭയങ്കര വയറുവേദനയാണ്. അങ്ങനെ എക്സ്ക്യൂസ് മാറി കംപ്ലീറ്റ് ഒരു നോയായി. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു കോൺഫിഡൻസ് ഇല്ല. മറ്റേത് ഞാൻ ചെയ്യോ ഇല്ലയോ അതൊന്നും എന്നെ ബാധിക്കില്ല, ഒരു നാണമില്ല, ഒരു പേടിയില്ല, എന്തും ചെയ്യും. പക്ഷേ ഇത് പതിയെ ഒരു പേടി, എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല, ധൈര്യമില്ല. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ സ്വഭാവത്തിനെ വല്ലാതെ അത് ബാധിക്കാൻ തുടങ്ങി. എനിക്ക് എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വന്ന് പറയുമ്പോൾ ഞാൻ തട്ടുത്തരം പറയാം. പ്രത്യേകിച്ച് വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി വേദന കൊടുത്തിട്ടുണ്ട്. അപ്പനായാലും അമ്മയ്ക്കായാലും ചേട്ടനായാലും ഒരു അനുസരണയില്ല. അവരെ എന്തെല്ലാ രീതിയിൽ വേദനിപ്പിക്കാവോ അത്രേ രീതിയിൽ ഞാൻ വേദനിപ്പിക്കും. പിന്നെ എനിക്ക് ആരോഗ്യമായിട്ട് എനിക്ക് അലർജി വരാൻ തുടങ്ങി. ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ പ്രശ്നം, പൊടി അടിച്ചാൽ പ്രശ്നം. അപ്പം അങ്ങനെ മൊത്തത്തിൽ എൻ്റെ അവസ്ഥ ഭയങ്കര ദാരുണമായി തുടങ്ങി. അങ്ങനെ സ്കൂളിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ അപ്പനോടും ചേട്ടൻ്റെ അടുത്തും പിന്നെ ആണുങ്ങൾ എന്ന് പറയുന്നൊരു കാറ്റഗറിയുടെ അടുത്ത് തന്നെ പോകാൻ ഭയങ്കര പേടിയായിരുന്നു. കാരണം ഈ വ്യക്തിയുടെ മുഖമാണ് ഞാൻ എൻ്റെ അപ്പനിലും ചേട്ടനിലൊക്കെ കാണാൻ തുടങ്ങിയത്. പിന്നെ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്, എനിക്ക് വീട്ടിലൊന്നും നിൽക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ചില സമയത്ത് ന്യൂസിലും ഭക്ഷണം കഴിക്കുമ്പോൾ ന്യൂസ് വെക്കുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനത്തെ സിനിമ ഒക്കെ കാണുമ്പോഴും അവിടെ വീട്ടിൽ ഡിസ്കഷനൊക്കെ വരും. അപ്പനൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും അതിനെപ്പറ്റിയൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും, സ്വന്തം മോൾക്ക് നടന്നിട്ട് എൻ്റെ അപ്പനും അമ്മയും ഇതൊന്നും അറിഞ്ഞില്ലല്ലോ കർത്താവേ എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. അപ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ സങ്കടം ആരെയും കാണിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ഞാൻ ബാത്റൂമിൽ പോയിരുന്ന് കരയും, അങ്ങനെ കരഞ്ഞ് അങ്ങ് തീർക്കും. പതിയെ എനിക്ക് മനസ്സിലായി ഞാൻ വലിയൊരു കുഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവം ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങി. ഞാൻ എന്നെ എന്തൊക്കെയോ ഒരു കാർന്ന് തിന്നുന്ന ഒരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടും, എനിക്ക് ഭയങ്കരമായിട്ട് ജീവിക്കാനൊരു ആഗ്രഹം ഇല്ലാണ്ടായി തുടങ്ങി. പുറമെ ഞാൻ നന്നായിട്ട് അഭിനയിക്കും, എൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാൻ ചിരിച്ച് കളിച്ച് എല്ലാവരുടെ അടുത്തും ഭയങ്കര ഹാപ്പി ആയിട്ട് എൻ്റെ വിഷമം ആരെ അറിയിക്കരുതെന്നായിരുന്നു. പക്ഷേ ഉള്ളിൽ രാത്രി കിടക്കാൻ നേരത്ത് എങ്ങനെ ജീവിതം അവസാനിപ്പിക്കും എന്ന് മാത്രമായിരുന്നു എൻ്റെ ഉള്ളിൽ. അങ്ങനെ ഒരു 4-5 വട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷേ അതെല്ലാം ഫ്ലോപ്പായിപ്പോയി. അവിടെയും ദൈവം എന്നെ കൈവിട്ടു. എൻ്റെ കോളേജ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്, അവിടെ എന്നും ആരെങ്കിലുമൊക്കെ മരിക്കാറുണ്ട്. അപ്പം ഞാനും എപ്പോഴും അതുകൂടെ പോവും, എങ്ങനെയെങ്കിലും ട്രെയിൻ തട്ടി മരിക്കണം, ഇതൊക്കെയായിരുന്നു. അങ്ങനെ ഒന്നും നടന്നില്ല. അങ്ങനെ പോയി ഇങ്ങനെ എൻ്റെ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേനും ഞാനിവിടെ 10ാം ക്ലാസ്സിലാണ് ഇവിടെ ധ്യാനം കൂടുന്നത്. അന്നെന്നൊക്കെ പറഞ്ഞാൽ വലിയ അറിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്പനമ്മയൊക്കെ ധ്യാനം കൂടി, അവർ ഭയങ്കര ആക്റ്റീവാണ്. അങ്ങനെ അവരുടെ പ്രഷറിലാണ് ധ്യാനം കൂടുന്നതും ഇവിടെ പ്രയർ ഗ്രൂപ്പിൽ എപ്പോഴും വരുന്നതും. പിന്നെ എനിക്ക് പ്രാർത്ഥനയും ധ്യാനവും ഇവിടുത്തെ ആൾക്കാരെയും ഒന്നും ഭയങ്കര ഉൾക്കൊള്ളാനൊക്കെ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെ വന്നു, ആരെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടി വന്ന് പോയി. പക്ഷേ ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഒരു വർഷം ഞങ്ങൾ യുവജനങ്ങൾ ഞങ്ങളുടെ ഒരു വർഷം ദൈവത്തിന് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അപ്പം അതെൻ്റെ ചേട്ടൻ ചെയ്തു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എന്നെയും എന്തായാലും ചെയ്യിപ്പിക്കും എന്നുള്ളത്. അപ്പം എനിക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ പക്ഷേ ദൈവത്തിൻ്റെ പ്ലാൻ എന്താണോ അതനുസരിച്ച് ആവട്ടെ എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഡിഗ്രിക്ക് മുൻപ് എനിക്ക് ആണുങ്ങളോടുള്ളൊരു പേടിയൊക്കെ മാറി അത് വേറൊരു തരത്തിലായി. കാരണം എനിക്ക് സ്നേഹം എന്ന് പറയുന്ന സാധനം അനുഭവിക്കാനേ പറ്റുന്നില്ല. ഞാൻ ഭയങ്കര അസ്വസ്ഥതപ്പെട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അപ്പൻ്റെ നിന്ന് സ്നേഹം കിട്ടുന്നില്ല, ചേട്ടൻ്റെ നിന്ന് കിട്ടുന്നില്ല, അമ്മയുടെ നിന്ന് കിട്ടുന്നില്ല. ഒരിക്കൽ പോലും ഞാൻ ഈ അസ്വസ്ഥതകളെ കാണിക്കുമ്പോൾ ഇവരെൻ്റെ അടുത്ത് ചോദിക്കുന്നില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു പക്ഷേ അവർ ചോദിച്ചിരുന്നെങ്കിൽ എനിക്കത് പറയായിരുന്നു. അപ്പം എനിക്കൊരു ഫ്രീഡം വീട്ടിലില്ല, ഞാനൊരു ഓപ്പൺ മൈൻഡായിട്ട് പോകുന്നില്ല. അപ്പോൾ എൻ്റെ സ്വഭാവങ്ങൾ ഇഷ്ടപ്പെടുന്ന പല വ്യക്തികൾ വന്നു കഴിഞ്ഞപ്പോഴും ഈ കുരങ്ങൻ മരത്തുമെന്ന് ചാടുന്ന പോലെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചാടി നടന്നുകൊണ്ടിരുന്നു. ആരെൻ്റെ അടുത്ത് ഇഷ്ടം പറഞ്ഞാലും ഞാൻ തിരിച്ചു പറയും. കാരണം എനിക്ക് എന്നെ ആരെങ്കിലും സ്നേഹിക്കണം, എന്നെ ആരെങ്കിലും ആക്സെപ്റ്റ് ചെയ്യണം, എന്നെക്കുറിച്ച് നല്ലത് പറയണം, ഇത് മാത്രം എനിക്കൊരു ത്വരയായിരുന്നു. അങ്ങനെ ജീവിതം അവസാനം ഒരു വൃത്തികെട്ട അവസ്ഥയിലേക്ക് പോയി. അങ്കിള് നേരത്തെ സൂചിപ്പിച്ചു പാപാവസ്ഥ. അപ്പോൾ പാപാവസ്ഥകൾ എന്നിൽ നിറഞ്ഞുകൊണ്ടിരുന്നു. കുറേ തെറ്റായ ഫ്രണ്ട്സൊക്കെ ആയിരുന്നു. പലവട്ടം വീട്ടിൽ വോൺ ചെയ്തു അതിലേക്കൊന്നും പോവരുതെന്ന്. പക്ഷേ എൻ്റെ ഇഷ്ടമായിരുന്നു അതിനകത്ത്. കാരണം അവർക്ക് എന്നെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ എവിടെയെങ്കിലും കണ്ടെത്തണം, എനിക്ക് സന്തോഷിക്കണം, ഇതായിരുന്നു. അങ്ങനെ ഒത്തിരി തെറ്റായ കൂട്ടുകെട്ടുകളിലും റിലേഷൻഷിപ്പിലും ബന്ധങ്ങളിലേക്കൊക്കെ പോയി. അങ്ങനെ പാപാവസ്ഥകളുടെ ഒരു നിറഞ്ഞ കൂമ്പാരമായിട്ടാണ് ഞാനിവിടെ ഈ ഒരു വർഷത്തെ ദൈവത്തിനുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി എത്തുന്നത്. അങ്ങനെ ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ ആവട്ടെ. ഇതുവരെ ഒന്നും ഞാൻ ആഗ്രഹിച്ച് നടന്നിട്ടില്ലല്ലോ, എന്നാൽ ഇതെങ്കിലും എൻ്റെ വീട്ടുകാരുടെ പ്രഷറും എല്ലാം ഉണ്ട്, എന്നാൽ അവരുടെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എസ് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ ഡിവൈൻ മേഴ്സിയിൽ ഒരു വർഷം ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു. ആ ധ്യാനത്തിൽ വെച്ചിട്ട് എനിക്ക് ആദ്യത്തെ 3 ദിവസവും ഭയങ്കര അസ്വസ്ഥത, നിങ്ങളെപ്പോലെ ഞാനും ധ്യാനം കൂടെ ഇരിക്കുക.
ഭയങ്കര അസ്വസ്ഥത, എനിക്ക് എൻ്റെ അലർജി ഭയങ്കരമായിട്ട് കൂടുന്നു, ഞാൻ ഭയങ്കരമായിട്ട് തുമ്മലും ചൊറിച്ചിലൊക്കെ ആയി, ഭയങ്കര പ്രശ്നം. ഞാൻ പോയി കിടന്നു കഴിഞ്ഞ് പിന്നെയും തിരിച്ചു വന്നു. പിന്നെ ഈ ക്ലാസ്സിൽ പറയുന്നത് മൊത്തം ദൈവത്തിൻ്റെ സ്നേഹത്തെ പറ്റിയും ദൈവത്തിൻ്റെ ക്ഷമയെ പറ്റിയാണ് പറയുന്നത്. ഇതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര ദേഷ്യം വരാം. അപ്പോൾ അന്ന് രാത്രി ഞാൻ ഉറങ്ങാൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും അങ്കിളുടെ വൈഫ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, തീരെ വയ്യല്ലോ, അപ്പം അങ്കിളുടെ അടുത്തൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഒക്കെ പോയി കിടന്നോളാൻ പറഞ്ഞു. എനിക്കിതൊന്നും ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോണതൊന്നും. അപ്പം എന്തെങ്കിലും മൂത്തവർ പറഞ്ഞതല്ലേ, എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പോയി. ഞാൻ ചെന്നു, അങ്കിൾ എൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം അങ്കിൾ എൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചു. പെട്ടെന്ന് അങ്കിളിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ചോദിച്ച ഒരു കാര്യമായിരുന്നു, സാൻഡ്രയ്ക്ക് ആരെങ്കിലോടും ക്ഷമിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ ഇടിവെട്ട് കൊണ്ട പോലെ ഇങ്ങനെ നിന്നു. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് എനിക്കെന്തോ ഒരു തോന്നി, ആരോടും പറയാത്തൊരു കാര്യം അങ്കിളുടെ അടുത്ത് ഇത് പറയണം. അപ്പം ഞാൻ അങ്കിളുടെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് അങ്കിൾ കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു തന്നു, ക്ഷമിക്കണം, സ്നേഹിക്കണം, വിട്ടുകൊടുക്കണം എന്നൊക്കെ. പക്ഷെ ഇതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കുരിശിലെ സ്നേഹത്തെ പറ്റിയൊക്കെ പറഞ്ഞു തന്നു. കാരണം ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥ എനിക്ക് അപ്പം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല അങ്കിളെ, കാരണം ഞാനിവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കാരണം ഞാൻ അല്ലല്ലോ അങ്ങോട്ട് പോയി ആ വ്യക്തി ഉപദ്രവിച്ചതും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തതും, ആ വ്യക്തി ഇങ്ങോട്ട് കയറി വന്നതാ. അപ്പോൾ എനിക്ക് ഒരിക്കലും എൻ്റെ ഭാഗത്ത് തെറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ക്ഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അങ്കിള് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അങ്ങനെയല്ല മോളെ, നമ്മൾ വിട്ടുകൊടുക്കാനും സ്നേഹിക്കാനും ക്ഷമിക്കാനും വിളിക്കപ്പെട്ടവരാന്നൊക്കെ പറഞ്ഞു തന്നപ്പോഴും എനിക്കൊന്നും തലയിൽ കയറാനില്ല. പക്ഷെ അങ്കിൾ ഒരു കാര്യം ലാസ്റ്റ് പറഞ്ഞു, അതെന്നെ ഭയങ്കരമായിട്ട് കൊണ്ടു. എന്തായാലും നീ 1 വർഷം ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ പോകുന്നൊരു കുട്ടിയാണ്, അതിനകത്ത് എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാവണമെങ്കിൽ നീ ഇത് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് വെറും വേസ്റ്റാന്ന് പറഞ്ഞു. അപ്പം അതെൻ്റെ സ്വഭാവമായിട്ട് ഇത്തിരി സാമ്യമുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാൻ അവിടെ വീണുപോയി. കാരണം ഞാനൊരു കാര്യം ചെയ്യാൻ പോയ 100% ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അതിനകത്ത് റിസൾട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ അങ്കിളുടെ അടുത്ത് പറഞ്ഞു, ഈശോ ഓക്കെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണ് എസ് മൂളിയത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, പിറ്റേ ദിവസം കുമ്പസാരാണ്, ആ കുമ്പസാരത്തിൽ ഇത് ഏറ്റു പറയണം, കർത്താവിൻ്റെ അടുത്ത് നിന്ന് അത് വാങ്ങിച്ചെടുക്കണം, ഒരു ഹീലിംഗ് വാങ്ങിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അന്ന് രാത്രി പോയി കിടന്നു. അന്ന് അമ്മയൊക്കെ ഉണ്ട് ആ ധ്യാനം കൂടാൻ. എനിക്ക് എന്ത് ചെയ്ത് ഉറങ്ങാൻ പറ്റണില്ല, ഞാൻ ഭയങ്കരമായിട്ട് വിയർക്കുന്നു, ബോഡി ഭയങ്കരമായിട്ട് ചൂടാവണു, എനിക്ക് ഭയങ്കര ഒരു ഭാരം മനസ്സിലായി. നാളെ എന്നെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്കൊരു അസ്വസ്ഥയായിരിക്കും അല്ലേ, നാളെ നമ്മൾ മരിക്കാൻ പോകാനാണ്, അറിഞ്ഞുകൊണ്ട് നമ്മളെ തൂക്കിക്കൊല്ലാന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ചിന്തകളും വേദനകളും മനസ്സിൽ പോവും. അതെൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോകാൻ പോയി. ഞാൻ ഈശോയോടത്ത് ലാസ്റ്റായിട്ട് ഒരു കാര്യം പ്രാർത്ഥിച്ചു, ഈശോ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും എനിക്ക് തന്നിട്ടില്ല. ഒറ്റൊരു കാര്യം ഞാൻ ആഗ്രഹിക്കുക, നാളത്തെ ഒരു കുമ്പസാരം മാറ്റിത്തരുമോ? കാരണം എനിക്ക് 10 വർഷമായിട്ട് ഞാൻ ഉള്ളിൽ കൊണ്ടേ നടക്കുന്ന കുറേ അസ്വസ്ഥതകളും വേദനകളും ഉണ്ട്, ഒറ്റയടിക്കാതെ എനിക്ക് അങ്ങോട്ട് പറ്റണില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. പിറ്റേ ദിവസത്തെ കുമ്പസാരം മാറി 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. നന്നായിട്ട് പ്രാർത്ഥിച്ചു, കുമ്പസാരിച്ചു. എൻ്റെ ജീവിതത്തിൽ ആദ്യ കുർബാന സ്വീകരണത്തിന് പോലും ഞാനിങ്ങനെ കുമ്പസാരിച്ചിട്ടില്ല. അന്ന് ആർക്കോ വേണ്ടി എന്തൊക്കെയോ എഴുതി പോയി കുമ്പസാരിച്ചതാ. മുട്ടുകുത്തി പൊട്ടിക്കരഞ്ഞ് കുമ്പസാരിച്ചു. അന്ന് എൻ്റെ അടുത്ത് ആ കുമ്പസാരക്കൂട്ടിൽ അച്ഛനും എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ സെയിം കാര്യം തന്നെയാണ്, മോളെ നീ ആ വ്യക്തിയെ നേരിട്ട് പോയി കണ്ട് നിങ്ങളത് പറഞ്ഞു തീർക്കണം, ക്ഷമ കൊടുക്കണം, ക്ഷമ ചോദിച്ച് വാങ്ങിക്കുകയും വേണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓക്കെ അച്ഛാന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് ഇറങ്ങിപ്പോന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാനൊരു എന്നെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ വ്യക്തിയുടെ നിഴൽ പോലും കാണുന്നത് അറപ്പായിരുന്നു. കാരണം ബന്ധു ആയതുകൊണ്ട് തന്നെ പല പരിപാടികളിലും ഞങ്ങൾ കണ്ടുമുട്ടും, പള്ളി പോകുമ്പോൾ കാണും. അപ്പം ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു കാര്യം. അത് പ്രാർത്ഥിക്കാൻ കാരണം ഇതിനു മുമ്പും ഒരു ധ്യാനം കൂടി, അതിനകത്ത് ആന്തരിക സൗഖ്യം എന്നുള്ള പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മുടെ അമ്മയുടെ വയറ്റിലായിരിക്കുന്ന സമയം തൊട്ട് നമ്മളിപ്പോൾ വരെ എന്തൊക്കെ രീതിയിൽ കടന്നു പോയിട്ടുണ്ടോ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ ഉള്ളിലുള്ള ഈ മുറിവുകളും ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷമങ്ങളും എല്ലാം ഈ വ്യക്തി എനിക്ക് അന്ന് സമ്മാനിച്ച ആ ഒരു സംഭവം ആയിരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഫ്യൂച്ചർ, എൻ്റെ ഭാവിയൊക്കെ നശിച്ച എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നേ. അപ്പം ഞാൻ ഈ വ്യക്തിയെ കാണുമ്പോൾ ഒക്കെ പ്രാർത്ഥിക്കും, ഇയാൾ മരിക്കണം. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കും, ഈശ്വര എത്രയോ വ്യക്തികളെ വെറുതെ വണ്ടിയിടിച്ച് മരിക്കണം, ഇവനൊന്നും വണ്ടിയിടിച്ച് കൊല്ലാൻ ആരുമില്ലേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം ഞാൻ നോക്കുമ്പം എൻ്റെ ജീവിതം നശിക്കുന്നു, ഇയാളുടെ ജീവിതം വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. അപ്പം എനിക്ക് ഇയാളുടെ നാശം കാണണം, ഇയാൾ മരിക്കണം, ഇതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ അത്രയും വെറുപ്പും വിദ്വേഷവും ആയിരുന്നു ഈ വ്യക്തിയുടെ അടുത്ത്. അങ്ങനെ ഇരിക്കുന്ന ഞാൻ ഈ കുമ്പസാരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും
ഞാൻ എൻ്റെ മൊബൈൽ എടുത്തിട്ട് ഇയാളുടെ ഒരു ഫോട്ടോ എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ചിട്ട് ഞാൻ ജസ്റ്റ് നോക്കി എൻ്റെ മുഖത്ത് എന്ത് ഭാവമായി വരണേ. ഞാനിത് അങ്കിള് പറഞ്ഞ പോലെ മനസ്സറിഞ്ഞാണോ ക്ഷമ കൊടുക്കുന്നത്, അതല്ലെങ്കിൽ ആർക്കോ വേണ്ടിയിട്ടാണോ എന്നറിയാൻ വേണ്ടി ഞാൻ നോക്കി കഴിഞ്ഞപ്പം എനിക്ക് പ്രത്യേകിച്ച് മുഖത്ത് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ല. ഞാൻ സന്തോഷത്തോടെ തന്നെ എടോ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇതിവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഞാനത് ഫോൺ മാറ്റി വെച്ചു. നേരെ ചാപ്പലിൽ പോയി. ഇന്നേ വരില്ലാത്തൊരു സന്തോഷം എൻ്റെ മുഖത്ത് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ പൊട്ടിക്കരഞ്ഞു. എന്താണെന്നറിയില്ല, കണ്ണിനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. അന്നത്തെ ആ ധ്യാനം കഴിഞ്ഞ് ദൈവത്തിനും ചില കുസൃതികളുണ്ട്. ഞാൻ ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഈ വ്യക്തിയുടെ മെസ്സേജുകൾ വരാം. 10 വർഷമായി ഞങ്ങൾ പലപ്പോഴും കണ്ടുമുട്ടിയിട്ടുണ്ട്. മൊബൈലിൽ വേണമെങ്കിൽ അതിനു മുമ്പും മെസ്സേജ് അയക്കായിരുന്നു. പക്ഷേ അന്ന് ആ ധ്യാനം കഴിഞ്ഞ് അന്ന് രാത്രിയാണ് ആ ദൈവം അവിടെ ഇടപെടാണ്. അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ അങ്ങോട്ട് പോയി മിണ്ടുന്നതിന് പകരം ആ വ്യക്തിയെ ഈശോ എൻ്റെ മുമ്പിൽ കൊണ്ട് തരുക. ആ വ്യക്തിയായിട്ട് തന്നെ ഇത് പറഞ്ഞു, സാൻഡ്ര എന്തൊക്കെയുണ്ട് വിശേഷം. അപ്പോൾ ചോദിക്കുന്നതിന് മാത്രമുള്ള മറുപടിയേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കറിയാം തനിക്ക് എൻ്റെ അടുത്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം ഒരു പെങ്ങന്മാരോടും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ തൻ്റെ അടുത്ത് ചെയ്തത്, അതിനോട് ക്ഷമിക്കണം. അന്നത്തെ കൂട്ടുകെട്ടുകളും ഞാൻ വളർന്ന സാഹചര്യങ്ങളും എന്നെ അങ്ങനെ ആക്കി പോയതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പ്രശ്നമില്ല, ഇത്രയും നാളും എനിക്ക് തൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടായിരുന്നു, തൻ്റെ മരണം വരെ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ ഇന്ന് ഞാൻ ഈശോയുടെ നാമത്തിൽ തൻ്റെ അടുത്ത് ക്ഷമിച്ചു. ഇനി അങ്ങോട്ട് ആങ്ങള പെങ്ങള ബന്ധം തന്നെയായിരിക്കും, എനിക്ക് ഒരു വിരോധമില്ല, ഇതിന് പറഞ്ഞ് നമ്മൾ വഷളാക്കണ്ട, നിർത്തിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് പറഞ്ഞ് തീർത്തു. ഇപ്പോഴും കാണാറുണ്ട്, പരിപാടികൾക്ക് പോകുമ്പോൾ സംസാരിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, അയാൾക്ക് വേണ്ടി അയാളുടെ നന്മയ്ക്കും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം അന്ന് ഞാൻ ആ ക്ഷമിക്കാൻ അങ്കിൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പം എനിക്കുണ്ടായ അസ്വസ്ഥതകൾ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ മരിക്കാൻ പോകുന്നതിന് അത്രയും തുല്യമുള്ള വേദനയാണ്. കാരണം ഞാൻ എന്ന് പറഞ്ഞ ഒരു വലിയൊരു സ്വാർത്ഥത എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു, എന്നുള്ള അഹങ്കാരങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പൊട്ടിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിരുന്നില്ല. കാരണം ഒരു വ്യക്തിക്ക് ഞാൻ ചെയ്യാത്ത തെറ്റിന് എന്നോട് ഒരു വ്യക്തി തെറ്റ് ചെയ്യുമ്പം അയാൾക്ക് ക്ഷമ കൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം എളിമപ്പെടണം എന്നുള്ള കാര്യം ഞാൻ ശരിക്കും പഠിക്കുക. കാരണം എളിമപ്പെടാന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ഒട്ടും പറ്റാത്ത കാര്യമാണ്. ഞാൻ അവിടെ ശരിക്കും താഴ്ന്നു. ഈശോയെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, പക്ഷേ ഈശോയുടെ കുരിശിലേക്ക് ഞാൻ ചേർത്ത് വെച്ചു ആ വ്യക്തിയും ആ ഒരു അവസരം. പക്ഷെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷവും സമാധാനം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാര്യം കഴിഞ്ഞപ്പം എനിക്ക് 2 കാര്യങ്ങളാണ് കിട്ടിയത്. ഒന്ന് സ്വാതന്ത്ര്യം, ഒരു ഫ്രീഡവും കിട്ടി, ഒരു ജോയും കിട്ടി. ജോയ് എന്ന് പറയുമ്പോൾ ഒരു ആനന്ദം. സന്തോഷവും ആനന്ദവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. സന്തോഷം എനിക്ക് പല സമയത്തും കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, തെറ്റായ സ്നേഹബന്ധത്തിൽ പോയിട്ടുണ്ട്, കൂട്ടുകെട്ടുകളിൽ പോയിട്ടുണ്ട്. അതൊരു ഇന്ന സമയം വരെ ഉണ്ടായിരുന്നുള്ള സന്തോഷങ്ങളെല്ലാം. അത് കഴിയുമ്പോൾ പിന്നെയും ഞാൻ ഇങ്ങനെ ഒരുപാട് കാലം ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഒരു ആത്മീയ ഒരു ആനന്ദവും ഒരു ഫ്രീഡവും അത് ഇന്ന് എനിക്ക് പറഞ്ഞു പോലും അറിയിക്കാൻ പറ്റില്ല, അത്രയും മുകളിലാണ്. കാരണം ഞാൻ വിചാരിച്ചത് വൈകിട്ട് 5 മണിക്ക് ശേഷം വീട്ടിൽ കയറാതിരിക്കുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ അഴിച്ചു വിടണം, രാത്രിയാകുമ്പോൾ കയറി വരാം, ഇതൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഫ്രീഡം. പക്ഷേ അതല്ല, ഞാൻ മനസ്സിലായി. കാരണം ഞാനും എൻ്റെ ദൈവവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധം ഞാനൊരു മതിൽ വെച്ച് കെട്ടിവെച്ചേക്കായിരുന്നു ഒരു 10 വർഷത്തോളം. അതങ്ങ് ഈ വ്യക്തിക്ക് ക്ഷമ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അതങ്ങ് പൊട്ടി തകർന്നു. കാരണം എൻ്റെ എല്ലാ അഹങ്കാരവും പോയി, ഞാൻ സ്വാർത്ഥമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പോയി. ഞാൻ ഭയങ്കര എളിമപ്പെട്ട ഒരു അവസ്ഥ ആയിരുന്നു. അവിടെ നിന്ന് എനിക്ക് ഈശോയുടെ ഒരു കരുണയും സ്നേഹത്തിൻ്റെയും ഒരു നീർച്ചാലൊഴുകുന്ന പോലെ ഇങ്ങനെ തിരമാല എന്ന് തന്നെ പറയാം, അത് അടിച്ചിങ്ങനെ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോഴും ഇവിടെ നിൽക്കുമ്പോഴും. അതെൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. 10 വർഷങ്ങൾക്ക് ശേഷം ഞാൻ മൈക്ക് എടുക്കുന്നു. ഈ കാര്യം ഒരു വ്യക്തിയോട് പറയാൻ ഞാൻ മടിച്ചത് ഇന്ന് അനേകം വ്യക്തികളോട് പറയുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ടാണ് എൻ്റെ ജീവിതം ദൈവം നടത്തിക്കൊണ്ട് പോകുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ അപ്പനും അറിയാം, അമ്മയ്ക്കും അറിയാം, ചേട്ടനും അറിയാം ഈ കാര്യങ്ങളെല്ലാം. എൻ്റെ ബന്ധുക്കൾ ഓരോരുത്തരായി ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എനിക്കിന്ന് എൻ്റെ ലോകത്തിൻ്റെതായ ഒരു കൂട്ടുകെട്ടുകളില്ല, ലോകത്തിൻ്റെതായ ഒരു ആഗ്രഹങ്ങളില്ല, മോഹങ്ങളില്ല. എല്ലാം എൻ്റെ ദൈവത്തിന് വേണ്ടി അടിയറ വെച്ചൊരു കുട്ടിയാണ് ഞാൻ. ഇന്ന് എനിക്കുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഈ മിനിസ്ട്രിയിലെ ആൾക്കാരാണ്. കാരണം എൻ്റെ ഫ്രണ്ട്സ് ഇന്ന് വരെ എൻ്റെ അടുത്ത് എന്നെപ്പറ്റി എൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഇടപെട്ടിട്ടില്ല, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ മുഖം വാടിക്കഴിഞ്ഞാൽ അപ്പം പ്രാർത്ഥിക്കാനും അപ്പം മുട്ടുകുത്തി കൈവിരിക്കാനും എന്നെ ചേർത്ത് പിടിക്കാനും എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനും ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്ത ഈ കൂട്ടായ്മയായിരുന്നു. ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ എന്ന് വന്നോ അന്ന് ആദ്യമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ആ കുറച്ചൊരു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഇതിൻ്റെ ഒരു
സ്നേഹം എന്താണെന്നും ഇതിൻ്റെ ഒരു ശക്തി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ഒരു വർഷത്തെ ഇതിനെ പറയുന്ന ഫുൾ ടൈമർഷിപ്പ് എന്നാണ് പറയുക. എൻ്റെ ഫുൾ ടൈമർഷിപ്പ് 2021-22 കഴിഞ്ഞതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടിയിട്ട് പ്രഘോഷിക്കൽ നിർത്തിയിട്ടില്ല. എവിടെ അവസരം കിട്ടിയാലും ഇവിടുന്ന് ഒരു വിളി വന്നാൽ ഞാൻ അപ്പം ചെല്ലും. ഇന്ന് എൻ്റെ സമപ്രായക്കാരായ പിള്ളേരോടും ഇതൊക്കെ പറയാനൊക്കെ എനിക്ക് ഭയങ്കര ചങ്കൂറ്റം ദൈവം തന്നു. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് എനിക്ക് മാത്രമാണ് ഈ കാര്യം സംഭവിച്ചിട്ടുള്ളതെന്ന്. ഒരിക്കലും അല്ലായിരുന്നു. ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് പറയാൻ പോകുമ്പോഴാണ് മനസ്സിലാക്കുന്നത് സ്വന്തം അപ്പം വരെ 2, 3, 4 വട്ടം ദുരുപയോഗിച്ച പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട് എന്നുള്ളത്. അവർക്കൊക്കെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും പകർന്നു കൊടുക്കാൻ ഇന്നെനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ആ ദൈവത്തിന് വേണ്ടി എടുത്തൊരു സ്റ്റെപ്പായിരുന്നു. കാര്യം അന്ന് ഞാൻ മരിച്ചെങ്കിലും ഇന്ന് ഞാൻ ഉയർത്തെഴുന്നേറ്റു അല്ലേ. നമുക്കൊരു ദുഃഖവെള്ളി ഉണ്ടെങ്കിൽ ഒരു ഉയർപ്പുണ്ട്. എൻ്റെ ജീവിതത്തിലൊരു ദുഃഖവെള്ളി ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇന്ന് ഉയർപ്പായിട്ട് ഉയർന്നു പോവാം. ചില സങ്കടങ്ങളും വേദനകളും അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഇന്ന് ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ അന്നൊക്കെ അങ്ങനത്തെ അവസ്ഥകളൊക്കെ വരുമ്പോൾ ഞാൻ ദൈവത്തെ കുറ്റപ്പെടുത്തുമായിരുന്നു. എനിക്ക് ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇന്ന് ചില വേദനകളും ചിലപ്പോൾ ഇങ്ങനെ പൊട്ടിക്കരയേണ്ട അവസ്ഥ വരും, ഒച്ചപ്പാടുണ്ടാക്കേണ്ട അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം ദൈവം എൻ്റെ നന്മയ്ക്കായിട്ട് അനുവദിക്കുന്നതാണ് എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് വളരാൻ എനിക്ക് ഒരുപാട് സാധിച്ചു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇന്നുണ്ടാവുന്ന എന്ത് വേദനകളായാലും സഹനങ്ങളായാലും ബുദ്ധിമുട്ടുകളായാലും അത് 2 കൈ നീട്ടി സ്വീകരിക്കാനും ഈശോയ്ക്ക് കൊടുക്കാനും അത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടും കാഴ്ചവെക്കാനുള്ള ഒരു വലിയൊരു ജ്ഞാനം ദൈവം തന്നു. ഇന്ന് എല്ലാവരും പറയും MSW പഠിച്ച പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ പുറത്തു പോകാം, ഓസ്ട്രേലിയയിലൊക്കെ ഭയങ്കര സ്കോപ്പ് ഉണ്ട്, ലക്ഷങ്ങൾ സാലറി വാങ്ങിക്കാം. പക്ഷേ ഞാനൊരു ജീവിതത്തിലെടുത്തൊരു തീരുമാനമുണ്ട്. ഞാൻ ജനിച്ചത് ഇവിടെയാണെങ്കിൽ ഞാൻ ആയിരിക്കേണ്ടത് ഇവിടെയാണ്. ചിലപ്പോൾ ദൈവം അനുവദിക്കുകയാണ് പുറത്ത് പോകണമെങ്കിൽ ഞാൻ പുറത്ത് പോകും. പക്ഷേ അവിടെ ഞാൻ എൻ്റെ ജോലി ചെയ്ത് സമ്പാദിക്കാൻ വേണ്ടി മാത്രമായിരിക്കില്ല, അവിടെ ദൈവത്തെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും പോവുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ജോലി നോക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് കാശിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്രാന്തവും ആർത്തിയൊന്നുമില്ല. ആദ്യമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. സ്വന്തം കാലിൽ നിൽക്കണം, ബാഗും തൂക്കി പോകണം, ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, എപ്പോഴെങ്കിലും കല്യാണം കഴിക്കാം, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ, എത്രയും പെട്ടെന്ന് സ്വർഗത്തിൽ പോകണം, എനിക്കൊരു വിശുദ്ധയാവണം. ഇതൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അനേകം ആത്മാക്കളെ രക്ഷിക്കണം. എനിക്ക് ഇപ്പോൾ ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ജോലിയേക്കാൾ ഒരുക്കം ഞാനൊരു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നൊരു പെൺകുട്ടിയാണ്. എനിക്ക് 25 വയസ്സുണ്ട്. അപ്പം കണ്ടാൽ പറയില്ലെങ്കിലും എനിക്ക് 25 വയസ്സാണ്. അപ്പം ഞാൻ എൻ്റെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെന്ന് കയറുന്ന വീട്ടിൽ എനിക്ക് എൻ്റെ ദൈവത്തെ കൊടുക്കണം, ദൈവത്തിൻ്റെ സ്നേഹം കൊടുക്കണം. എന്നിൽ ആര് വരുന്നോ ആ വ്യക്തിക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റണം. ഇത് മാത്രമേ എൻ്റെ ലക്ഷ്യമുള്ളൂ. അത് പഠിക്കാൻ സാധിച്ചതും അത് ജീവിതത്തിൽ സ്വീകരിക്കാൻ സാധിച്ചതും ഞാൻ ഈ കൂട്ടായ്മയിൽ വന്നപ്പോഴാണ്. പല സ്ഥലത്തും ഞാൻ ധ്യാനത്തിന് പോയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. ഞാനും എൻ്റെ കുടുംബവും ഇന്ന് നട്ടിൽ നിവർത്തി 2 കാലം നിൽക്കുന്നുണ്ടെങ്കിൽ അതിവിടെ വന്ന് നിന്നപ്പോഴാണ് ആ കൂട്ടായ്മയുടെ സ്നേഹവും ബലവും. കാരണം ഇവിടുത്തെ ഓരോ വ്യക്തികളുടെയും പ്രാർത്ഥനയും അവരുടെ സ്നേഹത്തിനോടുള്ള വർത്തമാനങ്ങളും ഒക്കെയാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പോലും പറ്റിയത്. അല്ലാതെ എനിക്കൊരിക്കലും ഇങ്ങനെ നിൽക്കാൻ പോലും സാധിക്കില്ല. ഞാൻ പറഞ്ഞു, എനിക്കിന്ന് ലോകത്തിൻ്റെതായ ഒരു ആഗ്രഹങ്ങളോ മോഹങ്ങളോ ഒന്നുമില്ല. ഞാൻ ഭയങ്കര ലോകമായിട്ട് ഭ്രമമുള്ളൊരു കുട്ടിയായിരുന്നു. എല്ലാം ഉപേക്ഷിച്ചു. എനിക്ക് കോളേജിലെ ഫ്രണ്ട്സ് ഇല്ല, സ്കൂൾ ഫ്രണ്ട്സ് ഇല്ല, ഒന്നുമില്ല. അവരെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തോട് ചോദിക്കും, ഞാൻ പോവേണ്ടതാണെങ്കിൽ പോകാം. ദൈവത്തെ നാണം കെടുത്തിയിട്ടുള്ള ഒരു കൂട്ടായ്മയിലും ഞാൻ പോവില്ല. എൻ്റെ ചില ബന്ധുക്കളുടെ അടുത്തൊക്കെ ഞാൻ പോകുമ്പോഴേക്കും ഞാൻ പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ, ഈശോയെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിന്നെ എതിരെ സംസാരിക്കാനുള്ള ഒരു അവസരങ്ങളും ഉണ്ടാക്കരുത്. ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ മൗനം പാലിക്കാനും എൻ്റെ ലോകത്തിൻ്റെതായ ചിന്തകൾ ചിന്തിച്ച് തർക്കിച്ചു പോവാതിരിക്കാനായിട്ടൊക്കെ ഉള്ളൊരു ജ്ഞാനം തരണം എന്നൊക്കെ പ്രാർത്ഥിക്കുള്ളൂ. ഇന്ന് എന്നെ പലരും കളിയാക്കാറുണ്ട്, എന്തിനിപ്പോൾ കല്യാണം കഴിക്കണേ, ജോലി ചെയ്തുകൂടെ? എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഇന്ന് അങ്കിള് പറഞ്ഞു, അങ്കിൾക്ക് അവിടെ മക്കൾക്ക് സ്വർണ്ണമൊന്നുമില്ല, എനിക്കുമില്ല. ഇത് 200 രൂപയുടെ മോതിരം, 30 രൂപയുടെ കമ്മൽ, 250 രൂപയുടെ മാല. എനിക്ക് സ്വർണ്ണമോ ഒരു സാധനമില്ല. ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ അറിഞ്ഞു വരുന്നൊരു വ്യക്തിയാണെങ്കിൽ കല്യാണം കഴിക്കാം. അല്ലാതെ അങ്കിൾ നേരത്തെ ചോദിച്ച പോലെ ലക്ഷങ്ങളോ സാധനങ്ങളോ ചോദിച്ചു വരുന്നതാണെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വിൽക്കപ്പെടാനുള്ള വസ്തുവല്ല ഞാൻ. കാരണം ഞാൻ ദൈവത്തിൻ്റെ മകളാണ്, എനിക്ക് അതിലേറെ വിലയുള്ളതാണ്. അത് വെറുതെ 50 ലക്ഷമോ ഒരു കാറ് കൊടുക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈശോയെ, എനിക്ക് വരുന്ന വ്യക്തി ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് വരുന്നവരായിരിക്കണം, ദൈവത്തിൻ്റെ ജ്ഞാനം വെളിപ്പെടുത്തി കിട്ടിയ ഒരു വ്യക്തിയായിരിക്കണം. അതെൻ്റെ വീട്ടുകാരും ആക്സെപ്റ്റ് ചെയ്തു, സ്വീകരിച്ചു. ഞാനും ആയാലും എൻ്റെ ചേട്ടനായാലും അതിനുവേണ്ടി മാത്രം ഒരുങ്ങുന്ന ഒരാൾക്കാരാണ്. അങ്ങള് പറഞ്ഞ പോലെ അത് കിട്ടിയത് മൊത്തം ഇവിടെ നിന്നുള്ള ക്ലാസ്സുകളും
ഇപ്പം നിങ്ങൾ കേട്ട പോലെ ഞാൻ ആദ്യമൊക്കെ ഈ ചെവിക്കൂടെ കേട്ട് ഈ ചെവിക്കൂടെ കളഞ്ഞു. പക്ഷേ ഇന്ന് അങ്കിളിൽ നിന്നൂടെ വരുന്ന ഓരോ വാക്കുകളും അത് പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്നതാണെന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ അനുസരിക്കാനുള്ളൊരു കൃപ കിട്ടി. എന്ത് പറഞ്ഞാലും അതനുസരിക്കും. ആദ്യം അനുസരിക്കില്ലായിരുന്നു. അനുസരണം, വിശ്വാസം, എളിമ ഇതെല്ലാം ഞാൻ സ്വീകരിച്ചു. അതെല്ലാം സ്വീകരിക്കാൻ പറ്റിയത് അന്നൊറ്റൊരു കാര്യം ചെയ്തത്, ആ വ്യക്തിക്ക് ക്ഷമ കൊടുത്തു. ആ ക്ഷമ കൊടുക്കാൻ മാത്രമല്ല, എന്നോട് ആർക്കൊക്കെ ക്ഷമിക്കാനുണ്ടോ, ഞാൻ മൂലം ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിന്ന് എൻ്റെ ഓരോ വ്യക്തിപരമായ പ്രാർത്ഥനയിലും ഇരുന്ന് ഞാൻ ചോദിക്കും, ഈശോയെ ഞാൻ മൂലം ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മുഖം ഒന്ന് കാണിച്ചു തരണം, പോയി സംസാരിക്കണം, ക്ഷമ വാങ്ങിക്കണം. കൊടുത്താൽ മാത്രം പോരല്ലോ, വാങ്ങിച്ചെടുക്കാൻ വേണം, എന്നാലേ സ്വർഗത്തിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, ഇവിടെ അപ്പച്ചമാരുണ്ട്, അമ്മച്ചിമാരുണ്ട്, എൻ്റെ പ്രായത്തിലുള്ള അനേകം പിള്ളേരുകളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ വീട്ടിലൊക്കെ. അവർക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ലോകത്തിൻ്റെ വഴി കൂടെ ഓടാതെ ദൈവത്തിൻ്റെ ഒരു വഴിയിലേക്ക് ഓടാൻ. ഇന്ന് ഞാൻ ഇവിടെ ആയിരിക്കുമ്പം ഞാൻ ഈശോടുത്ത് നന്ദി പറയും. എൻ്റെ ഈശോയെ, ആ 7ാം ക്ലാസ്സിൽ വെച്ച് ആ വ്യക്തി എന്നെ ദുരുപയോഗിച്ച് നന്ദി. കാരണം അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ അറിയില്ലായിരുന്നു, നിൻ്റെ സ്നേഹം എന്താണെന്ന് അറിയില്ലായിരുന്നു, നിൻ്റെ കരുണ എന്താണെന്ന് അറിയില്ലായിരുന്നു, ഞാൻ നിനക്ക് വേണ്ടി ഇങ്ങനെ മൈക്കെടുത്ത് ആൾക്കാരുടെ അടുത്ത് പ്രഘോഷിക്കില്ലായിരുന്നു. ഇന്ന് ഞാൻ ജീവിതത്തിൽ ഭയങ്കര സന്തോഷവതിയാണ്. കാരണം ഇന്ന് എനിക്ക് എൻ്റെ ആരോഗ്യമായാലും എൻ്റെ മാനസികമായാലും എല്ലാം ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കുന്ന, പാറി പറന്ന് നടക്കുന്ന ഒരു പെൺകുട്ടിയാണ്. സ്ട്രെസ് ഇല്ല, ഡിപ്രഷൻ ഇല്ല, ഒന്നിനെ പറ്റിയുള്ള ആൻസൈറ്റി ഇല്ല, ഒന്നുമില്ല. ബാക്കി ലോകത്തിൻ്റെതായ വഴിക്കൂടെ നടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിതൊക്കെ പണ്ട് പോലെ നടന്നത് ഇന്നൊന്നുമല്ല എന്നൊക്കെ പറയും. ഞാൻ വിചാരിച്ചത് പോലുമില്ല ഞാൻ MSW എടുക്കും, കാരണം പഠിക്കാൻ അത്രയും വലിയ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിയൊന്നുമല്ല. പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാനതെല്ലാം വിജയിച്ചു. ഒരുപാട് സ്ട്രഗിൾ ചെയ്തെങ്കിലും അതെല്ലാം ഞാൻ വിജയിച്ച് എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു കാര്യമാണ് ആ വ്യക്തിക്ക് അങ്ങ് ക്ഷമ കൊടുത്തു. പപ്പച്ചമാരെ, അമ്മച്ചമാരെ, നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങളുണ്ടാകും. നിങ്ങൾ കൂടെ ജോലി ചെയ്യുന്നവരുണ്ടാകും, നിങ്ങളുടെ മക്കളോട്, അമ്മായപ്പൻ, അമ്മായിയമ്മ, സഹോദരങ്ങൾ, വീടിൻ്റെ അടുത്തുള്ള അയൽവക്കക്കാർ, ചെറിയ നിസ്സാര കാര്യങ്ങൾ നമ്മൾ ദേഷ്യവും വെറുപ്പും വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടാകും. ഒരു കാര്യമില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ 10 വർഷം അനുഭവിച്ചതാണ്. ആത്മഹത്യ വരെ ചെയ്യാൻ റെഡി ആയിട്ട് നിന്ന കുട്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ മൈക്ക് എടുത്ത് ഇത്ര സന്തോഷത്തോടെ സംസാരിക്കുന്നത്. അപ്പോൾ ഈ വെറുപ്പും വിദ്വേഷം വെച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, അടുത്ത സെക്കൻഡ് നമ്മൾ ജീവിക്കോ ഇല്ലയോ എന്നൊന്നും നമ്മൾ ആരും തീരുമാനിച്ചിട്ടില്ല. ചിലപ്പോൾ അടുത്ത സെക്കൻഡിൽ ശ്വാസം വലിച്ച് നമ്മളൊക്കെ തട്ടിപ്പോകുന്ന ടീമാണ്. ആരും ഇത്രയും നാൾ ജീവിക്കുന്ന നമുക്ക് ആർക്കും ഒരു അറിവില്ല. അപ്പം നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി, നമ്മളുടെ മരണശേഷം നമ്മൾ എവിടെ പോകും. ഞാനിപ്പോൾ അങ്ങനെ വെച്ച് ജീവിക്കുന്നൊരു കുട്ടിയാണ്. കാരണം സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ ശുദ്ധീകരണ സ്ഥലത്ത് പോകോ, എവിടെ പോകുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രവർത്തികൾക്കനുസരിച്ച് വിധി എഴുതുന്നത്. അപ്പം ഞാൻ ഈശോയോട് എപ്പോഴും പ്രാർത്ഥിക്കും, ഈശോയെ എനിക്ക് നരകത്തിലും പോകണ്ട, ശുദ്ധീകരണ സ്ഥലത്തും പോകണ്ട, എനിക്ക് നേരെ സ്വർഗത്തിൽ പോയാൽ മതി. അതിനുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണോ, എന്തെല്ലാം സാധനങ്ങൾ എടുക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ഷമിക്കാൻ തയ്യാറാണ്, വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ഇനി നമുക്കൊക്കെ കുറച്ച് സമയങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ജീവിതത്തിൽ അനുഭവങ്ങളോ, ആരെങ്കിലും ക്ഷമിക്കാനുള്ള അവസ്ഥകളോ, ദേഷ്യമോ വെറുപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അതൊക്കെ അങ്ങോട്ട് ഈശോയുടെ മുമ്പിൽ ആ കുരിശിലേക്ക് അങ്ങ് വെക്കുക, വിട്ടുകൊടുക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്നും ദൈവത്തിൻ്റെ കരുണ എന്താണെന്നും അത് മനസ്സിലാക്കി അതാ നിങ്ങളുടെ ജീവിതത്തിൽ കൊടുക്കുക. എൻ്റെയൊക്കെ മുഖം കണ്ടില്ല തിളങ്ങിയൊക്കെ നിൽക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ മക്കളൊക്കെ ഇങ്ങനെ പാറി പറന്ന് നടക്കുക. അല്ലാതെ ഓസ്ട്രേലിയയിലും UK പോയി ലക്ഷങ്ങളൊക്കെ സമ്പാദിക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷെ അവരുടെ ജീവിതത്തിൽ അവർക്ക് സന്തോഷമുണ്ടോ സുഖമുണ്ടോ ഒന്നുമില്ല. ഞങ്ങളുടെ ഇവിടെ കുറേ പിള്ളേരുണ്ട്, വളരെ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ചിറകില്ലെന്നുള്ളൂ. പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നില്ലെങ്കിലും ഞങ്ങൾ ചിറകഴിച്ച് നടക്കുന്ന, പാറി പറന്ന് നടക്കുന്ന കുറേ പ്രാവുകളാണ്. അത്രയും സന്തോഷവും സമാധാനവും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ആ ദൈവത്തിൻ്റെ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ പറ്റണം. ആരാധനയിലും നാളത്തെ കുമ്പസാരങ്ങളിലൊക്കെ നിങ്ങളതങ്ങോട്ട് വിട്ടുകൊടുക്കുക. എത്ര ദേഷ്യമോ വെറുപ്പോ വൈരാഗ്യമോ എന്തൊക്കെ ഉണ്ടെങ്കിലും അങ്ങ് വിട്ടുകൊടുക്കുക. ഒന്നും വെച്ചിട്ട് ഒരു കാര്യം നമുക്കില്ല. കാരണം നമ്മളെന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പം വെറും മണ്ണാവാൻ പോകേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ എന്തിനാ ഇത്രയും വെറുപ്പും വിദ്വേഷം? അപ്പോൾ വിട്ടുകൊടുക്കുക, അങ്ങ് സ്നേഹിക്കുക, എല്ലാവരെയും ചേർത്ത് പിടിക്കുക. ഉള്ളവർക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ ഈ ഒരു സ്നേഹത്തെപ്പറ്റി അങ്ങ് പറഞ്ഞു കൊടുക്കുക. എത്രയും പെട്ടെന്ന് സ്വർഗത്തിൽ ഒരു സീറ്റ് വാങ്ങിച്ച് അവിടെ പോയിരിക്കുക. ഇത് മാത്രം ചെയ്താൽ മതി. പിന്നെ അടിപൊളി. ഇപ്പോൾ പ്രൈസ് ദി ലോർഡ്.